ഹലോ, സൈലം ബി എസ് സിയുടെ മറ്റൊരു HSA മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് HSAയുടെ വിവിധ തരത്തിലുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് HSA മാത്തമാറ്റിക്സിലെ നമ്പർ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നോക്കാം. സ്ഥിരമായിട്ട് HSA മാത്തമാറ്റിക്സിന്റെ മാത്രം എക്സാമിനേഷൻ അല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെറ്റ്, സെറ്റ് മുതലായ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും ക്വാളിഫൈ എക്സാമിനേഷൻസിനൊക്കെ ഒരുപോലെ ചോദിക്കുന്ന നമ്പർ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാ എന്ന് നമ്മൾ ഇന്നൊന്ന് പരിചയപ്പെടുക. അത് ചെയ്യാനുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളും എങ്ങനെയൊക്കെ അതിലേക്ക് പെട്ടെന്ന് എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പറയാം. അപ്പൊ തുടങ്ങാം. ആദ്യം തന്നെ എങ്ങനെയാണ് ആ ചോദ്യം വരിക എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാ കിടക്കുന്നു ഒന്നാമത്തെ ചോദ്യം. 100 ഫാക്ടോറിയൽ എന്ന സംഖ്യയിൽ 5 എന്ന അഭാജ്യ സംഖ്യയുടെ കൃതി എത്ര? അപ്പൊ ആദ്യത്തെ പ്രശ്നം അതിന്റെ ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. 100 ഫാക്ടോറിയൽ എന്ന് പറയുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ആരാ 100 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 100 ഫാക്ടോറിയൽ എന്ന് പറയുന്ന നമ്പർ ആരാ? 100 into 99 into 98 into 97 into etc into 1 2 into 1 ഇത്രയും നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 100 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഈ 100 ഫാക്ടോറിയൽ എന്ന് പറയുന്ന നമ്പറിൽ 5 എന്ന അഭാജ്യ സംഖ്യയുടെ കൃതി എത്ര? അതായത് അതിനെ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ 5ന്റെ ടോട്ടൽ പവർ എത്ര, 5ന്റെ കൃതി എത്രയാ എന്നുള്ള കാര്യം കണ്ടെത്തുക. അത്ര പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് കണ്ടെത്തുന്നത് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് അതിന്റെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് എഴുതി നോക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ, 5 ഫാക്ടോറിയൽ എന്ന് പറയുന്ന നമ്പറിൽ 5ന്റെ കൃതി എത്രയാ? അത് ആദ്യം കണ്ടു നോക്കാം. കൃതി എന്ന് പറഞ്ഞാൽ പവർ ഇട്ടട, പവർ. 5 ഫാക്ടോറിയൽ എന്ന് പറയുന്ന നമ്പർ 100 ഫാക്ടോറിയൽ അവിടെ നിൽക്കട്ടെ. ആദ്യം 5 ഫാക്ടോറിയല് 5 എന്ന് പറയുന്ന നമ്പറിന്റെ പവർ എത്രയാ നോക്കാം. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4 into 5 അല്ലേ? ഇതിൽ 5ന്റെ കൃതി എത്രയാ? 1. അപ്പൊ 5 ഫാക്ടോറിയലില് 5ന്റെ കൃതി വരുന്നത് 1. ഇനി 10 ഫാക്ടോറിയൽ എടുക്കാം. 10 ഫാക്ടോറിയലിൽ 5ന്റെ കൃതി എത്രയാ? 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10 അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്. ഇവിടെ 5ന്റെ കൃതി എത്രയാന്നുള്ള കാര്യം നോക്കാം. എത്രയാ ഇവിടെ 5ന്റെ കൃതി വരുന്നത്? നോക്ക്, ഇവിടെ ഒരു 5/1 ഉണ്ട്. 10 എന്ന് പറഞ്ഞാൽ ശരിക്ക് 2 into 5/1. അപ്പൊ ഇവിടെയും 5ന്റെ കൃതി എത്ര എണ്ണം വരുന്നുണ്ടോ? ഒന്നും കൂടെ വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഇവിടെയുള്ള 5ന്റെ കൃതി എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 2 എണ്ണമാണ്. ഇനി 15 ഫാക്ടോറിയലിന് 5ന്റെ കൃതി എത്ര എണ്ണം ഉണ്ട് നോക്കാം. 1 into 2 into 3 into 4 into etc into 5 into etc into 10 into etc into 15. ഇതല്ലേ 15 ഫാക്ടോറിയൽ. ഇതിൽ 5ന്റെ കൃതി എത്രയാ ഉള്ളത്? ഇവിടെ ഒരു 5ന്റെ കൃതി 1 ഉണ്ട്. 10 എന്ന് പറഞ്ഞാൽ ശരിക്ക് 2 into 5/1. 10 എന്ന് പറഞ്ഞാൽ ശരിക്ക് 2 into 5/1 അല്ലേ? അപ്പൊ അവിടെയും 5ന്റെ കൃതി എന്തുണ്ട്? ഒരു പ്രാവശ്യം വരുന്നുണ്ട്. 15 എന്ന് പറഞ്ഞാൽ ശരിക്കും 3 into 5/1. അവിടെയും 5ന്റെ കൃതി ഒരു പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ 5ന്റെ കൃതി കാണാൻ 1 2 3 5ന്റെ കൃതി ടോട്ടൽ ഇവിടെ വരെ എത്രയാ? 3. അപ്പൊ ഇങ്ങനെ നോക്കി പോയാൽ നമുക്ക് ഏകദേശം എത്ര ഉണ്ടെന്ന് കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 30 ഫാക്ടോറിയലിൽ 5ന്റെ കൃതി എത്രയാ ഉള്ളത്? 30 ഫാക്ടോറിയലിൽ 5ന്റെ കൃതി കാണാൻ 5 വരുമ്പോ 5ന്റെ ഒരു കൃതി. 10 വരില്ല അതിന്റെ ഇടയിൽ. 10 എന്ന് പറഞ്ഞാൽ 2 into 5/1 കൃതി വീണ്ടും വന്നു. 15 വന്നാൽ 3 into 5/1 കൃതി 3 ആയി. 20 എന്ന് പറഞ്ഞാൽ 4 into 5/1 കൃതി 4 ആയി. 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ് വരിക അല്ലെ? 5 സ്ക്വയർ എന്ന് വരും. കൃതി എത്രയായടാ? 6 ആയില്ലേ കൃതി. ഓക്കെ. പിന്നെ 30 എന്ന് വരുന്നുണ്ട്, അവിടെയും കൃതി വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാ വരിക? ഒന്നും കൂടെ നോക്കാം, ശ്രദ്ധിച്ചോ. ടോട്ടൽ എത്രയാ വരിക? 30 ഫാക്ടോറിയലിന്റെ കേസിൽ 30 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into etc into 5. 5ന്റെ കൃതി 1 വന്നു. എക്സെട്ര ഇൻറ്റു 10. 10 എന്ന് പറഞ്ഞാൽ 2 into 5/1. 5ന്റെ കൃതി വന്നു. 15 3 into 5/1. 5ന്റെ കൃതി വന്നു 3 ആയി.
ഇൻറ്റു എക്സെട്ര ഇൻറ്റു 20, 4 ഇൻറ്റു 5 1, 5ന്റെ കൃതി ഒന്നും കൂടെ വന്നു. ഇൻറ്റു എക്സെട്ര 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ, 5ന്റെ കൃതി അവിടെ 2 വന്നു. പിന്നെ അവസാനം 30 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ഇൻറ്റു 5 1. അപ്പൊ 5ന്റെ കൃതി എത്രയാ? 1 2 3 4, 4 2 6, 6 1 എത്രയാ? 7. ഇങ്ങനെയാണ് 5ന്റെ കൃതി കണ്ടെത്തുക. പക്ഷെ ഇങ്ങനെ വലിയ സംഖ്യയൊക്കെ വന്നാൽ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് നോക്കി വെക്കുക. n ഒരു എണ്ണൽ സംഖ്യയും p എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയുമാണെങ്കിൽ p ലെസ് ദാൻ n ആകണം എന്നുള്ള ഒരു കണ്ടീഷനും കൂടെ ഉണ്ടെങ്കിൽ n ഫാക്ടോറിയൽ എന്ന സംഖ്യയിൽ p യുടെ കൃതി കാണാൻ ബോക്സ് n ബൈ പി പ്ലസ് ബോക്സ് n ബൈ പി സ്ക്വയർ പ്ലസ് ബോക്സ് n ബൈ പി ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ബോക്സ് n ബൈ പി റൈസ് ടു 4 കണ്ടാ മതി. അപ്പൊ ഈ ബോക്സ് കണ്ടിട്ട് ബേജാറാവണ്ട. ബോക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് n-നെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇന്റിജർ പാർട്ട് മാത്രം എടുത്ത് എഴുതി വെക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 30 ഫാക്ടോറിയലില് 5ന്റെ കൃതി എത്രയാന്ന് ചോദിച്ചു. അപ്പൊ എന്താ ഐഡിയ? n എന്ന് പറഞ്ഞാൽ 30 ആണ്, p എന്ന് പറഞ്ഞാൽ 5 ആണ്. നമുക്ക് കാണേണ്ടത് 30/5 പ്ലസ് അടുത്തത് 30/p സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് അടുത്തത് 30/5 ക്യൂബ്. അപ്പൊ ചെറിയൊരു ചോദിക്കും ഇതിങ്ങനെ എഴുതി പോവുകയാണോ? വേണ്ട, ഒരു സ്ഥലത്തെത്തുമ്പോൾ അയാൾ നിന്നോളും. 30/5 എത്രയാ? 6 പ്ലസ് 30/5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30/25. 30/25ന്റെ ഇന്റിജർ പാർട്ട് മാത്രം എഴുതുക. 30/25 എത്ര? 25. 1 പോയിന്റ് സംതിങ് ആ വരിക. അതിന്റെ ഇന്റിജർ പാർട്ട് മാത്രം എഴുതിയാൽ മതി 1. പ്ലസ് 30/5 ക്യൂബ്. 30/5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. 30/125 എന്ന് പറഞ്ഞാൽ 0 പോയിന്റ് സംതിങ് ആ വരിക. ഇന്റിജർ പാർട്ട് 0, അടുത്തതിന്റെ ഇന്റിജർ പാർട്ടും 0, അടുത്തതിന്റെ ഇന്റിജർ പാർട്ടും 0, അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് 0. അപ്പൊ അവിടെ 5ന്റെ കൃതി എത്രയാ? 7. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും കണ്ടെത്തിയത്? 5ന്റെ കൃതി 7 എന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. ഇതാണ് ആശയം. അപ്പൊ എങ്ങനെയാ ചെയ്യാന്നുള്ള ഐഡിയ മാത്രം മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് കോൺസെപ്റ്റാ. ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഏത് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആലോചിക്കുക. n എന്ന് പറയുന്നത് ഒരു നമ്പർ എടുത്തു, p എന്ന് പറയുന്നത് ഒരു എന്തെടുത്തിട്ടുണ്ട്? പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യ എടുത്തു. ഒറ്റ കണ്ടീഷൻ, ഈ p എന്ന് പറയുന്നത് n-നേക്കാൾ താഴെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ n ഫാക്ടോറിയൽ എന്ന് പറയുന്ന നമ്പറിൽ p-ന്റെ പവർ ആരാന്ന് കാണാൻ n ബൈ പി ബോക്സ് n ബൈ പി പ്ലസ് ബോക്സ് n ബൈ പി സ്ക്വയർ പ്ലസ് ബോക്സ് n ബൈ പി ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സെട്ര. അതിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബോക്സ് എന്ന് പറഞ്ഞാൽ n ബൈ പി ചെയ്യുമ്പോൾ കിട്ടുന്ന ഇന്റിജർ പാർട്ട് ഇത്, n ബൈ പി സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇന്റിജർ പാർട്ട് ഇത്. അപ്പൊ ഒന്നും കൂടെ പറയാം, ശരിക്കും ശ്രദ്ധിച്ചോ. എങ്ങനെയാണ് 30 ഫാക്ടോറിയലില് 5ന്റെ പവർ കൃതി എത്രയാ കാണാൻ? ബോക്സ് 30/5 പ്ലസ് ബോക്സ് 30/5 സ്ക്വയർ പ്ലസ് ബോക്സ് 30/5 ക്യൂബ് പ്ലസ് എക്സെട്ര. ബോക്സ് എന്ന് പറഞ്ഞാൽ ഇന്റിജർ പാർട്ട്. 30/5 30/5 എത്രയാ? 6 അല്ലേ? 6ന്റെ ഇന്റിജർ പാർട്ട് 6 തന്നെയാണ്. 30/5 സ്ക്വയർ ദാറ്റ് ഈസ് 30/25. 30/25 എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് സംതിങ് ഇന്റിജർ പാർട്ട് 1 ആ. 30/5 ക്യൂബ് 30/125 0 പോയിന്റ് സംതിങ് അവരാ. ഇന്റിജർ പാർട്ട് 0 യാ. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് 0 ആകും. ടോട്ടൽ ആൻസർ കിട്ടുക 7 ആ. എന്നാ ഉത്തരം പറഞ്ഞു നോക്കാം. നേരത്തെ ചെയ്ത ഉത്തരത്തിനെ പെട്ടെന്ന് എങ്ങനെ എഴുതാം? 100 ഫാക്ടോറിയൽ എന്ന സംഖ്യയിൽ 5 എന്ന അഭാജ്യ സംഖ്യയുടെ കൃതി എത്രയാ? n എന്ന് പറഞ്ഞാൽ 100, p എന്ന് പറഞ്ഞാൽ 5. അഭാജ്യ സംഖ്യയുടെ കൃതി കാണാനുള്ള ഫോർമുല n ബൈ പി പ്ലസ് ബോക്സ് n ബൈ പി സ്ക്വയർ പ്ലസ് ബോക്സ് n ബൈ പി ക്യൂബ് പ്ലസ് എക്സെട്ര ചെയ്താൽ മതി. അതിൽ ഒരു പോയിന്റ് കഴിഞ്ഞ് അങ്ങോട്ട് ഫുള്ള് 0 ആകും. അപ്പൊ n 100 അല്ലേ? അപ്പൊ 100/5 പ്ലസ് n ബൈ പി സ്ക്വയർ 100/5 സ്ക്വയർ പ്ലസ് n ബൈ പി ക്യൂബ് 100/5 ക്യൂബ് പ്ലസ് എക്സെട്ര അങ്ങനെ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് 100/5 പ്ലസ് 100/5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100/25 പ്ലസ് 100/5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 100/5ന്റെ ക്യൂബ് എത്രയാണോ? 25 × 5 125 പ്ലസ് എക്സെട്ര അങ്ങനെ പോകുന്നു. 100/5 100ൽ എത്ര 5 ഉള്ളത്? 10 5 50, 25 100. അപ്പൊ 100ൽ 25, അതിന്റെ ഇന്റിജർ പാർട്ട് 20 തന്നെ. 100 ഹരിക്കണം 25, 100ൽ എത്ര 25 ഉള്ളത്? 100ല് 4 25 അല്ലേ ഉള്ളത്? അതിന്റെ ഇന്റിജർ പാർട്ട് 4 തന്നെ. പ്ലസ് 100 ഹരിക്കണം 125 0 പോയിന്റ് സംതിങ് ആ വരിക. ഇന്റിജർ പാർട്ട് 0
പ്ലസ് അടുത്തത് 100 ഡിവൈഡഡ് ബൈ 5/4, അതായത് 100 ഡിവൈഡഡ് ബൈ 5/4 എന്ന് പറഞ്ഞാൽ 625 വരും. അതും 0 പോയിന്റ് സംതിങ് ആണ്. ഇന്റിജർ പാർട്ട് വരെ 0 അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് 0. ആൻസർ കിട്ടുക 24. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയ രീതി നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള രീതി നിങ്ങൾക്ക് മനസ്സിലായോ? എന്ന അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എന്തായാലും പറയും. 64 ഫാക്ടോറിയൽ എന്ന സംഖ്യയിൽ 2 എന്ന അഭാജ്യ സംഖ്യയുടെ കൃതി എത്രയാ? n64. 2 p എന്ന് പറയുന്നത്. കൃതി കാണാനായിട്ട് n/p, അതായത് 64/2 പ്ലസ് ബോക്സ് 64/2² 4 പ്ലസ് ബോക്സ് 64/2 ക്യൂബ്, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 പ്ലസ് ബോക്സ് 64/2⁴ എത്രയാ? 16 പ്ലസ് ബോക്സ് 64/2 എത്രയാ കിട്ടിയത്? 5 32 പ്ലസ് ബോക്സ് 64/2⁶ 64 പ്ലസ് ബോക്സ് 64 അടുത്ത എത്രയാ? 128 പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. ഈ താഴെ എപ്പോഴാണ് കൂടുതൽ വരുന്നത് അപ്പം നിർത്തുക. 64/2 എത്രയാ? 32. ഇന്റിജർ പാർട്ട് 32 തന്നെ. 64/4 എത്രയാ? 16. ഇന്റിജർ പാർട്ട് 16 തന്നെ. 64/8, 64 എത്ര? 8 ആണ്, അപ്പൊ 8 തന്നെ. 64 ഹരിക്കണം 16, 64 എത്ര 16 വരുന്നത്? 4 16 അല്ലേ, അപ്പൊ 4. 64/32 2, 64/64 1. അവിടുന്ന് അങ്ങോട്ട് 64/128 0 പോയിന്റ് സംതിങ് ഇന്റിജർ പാർട്ട് 0. അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് 0. അപ്പൊ ഉത്തരം എത്രയാടാ കിട്ടുക? 32ഉം 16ഉം 32 8ഉം 40, 16ഉം 4ഉം 20, 40 20 60, 63 എന്ന് കിട്ടുന്നുണ്ട്. അത് ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? HSAക്ക് വരുന്ന ചോദ്യമാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്ന് അങ്ങോട്ട് നോക്കി, ഇയാള് HSAക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഉത്തരം പെട്ടെന്ന് എഴുതിക്കൂടെ? 15 ഫാക്ടോറിയൽ എന്ന സംഖ്യയിൽ 3 എന്ന അഭാജ്യ സംഖ്യയുടെ കൃതി എത്ര? ഇത് HSAയുടെ 2024ലോ 23ലോ നടന്നിട്ടുള്ള NCA എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. 15 ഫാക്ടോറിയൽ n 15. p എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ് കിട്ടിയിട്ടുള്ളത്. p എന്ന് പറഞ്ഞാൽ എത്രയാ? 3. നമ്മളോട് ചോദിച്ചത് ഇവിടെ 3ന്റെ കൃതി എത്രയാന്ന് നോക്കാം. ആദ്യം ബോക്സ് 15/3 പ്ലസ് ബോക്സ് 15/3² പ്ലസ് ബോക്സ് 15/3 ക്യൂബ് പ്ലസ് എക്സെട്ര അങ്ങനെ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ബോക്സ് 15/3 പ്ലസ് ബോക്സ് 15/3² 9 ആണ്. ബോക്സ് 15/3 ക്യൂബ് എന്ന് പറയുന്നത് 27. താഴെ കൂടിയാ നിർത്തുക. 15ൽ എത്ര 3 ഉള്ളത്? 15ൽ എത്ര 3? 5 3 അല്ലേ? ഇന്റിജർ പാർട്ട് 5 തന്നെ. 15ൽ എത്ര 9? 9 1 പോയിന്റ് സംതിങ് അല്ലേ വരുള്ളൂ. അതിന്റെ ഇന്റിജർ പാർട്ട് 1. 15 ഹരിക്കണം 27 0 പോയിന്റ് സംതിങ് വരിക. അതിന്റെ ഇന്റിജർ പാർട്ട് 0. അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആരായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ ഉത്തരം 5ഉം 1ഉം കൂട്ടിയാൽ 6. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയല്ലോ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. 15/3 പ്ലസ് 15/3² പ്ലസ് 15/3 ക്യൂബ് പ്ലസ് അതിന്റെയൊക്കെ ഇന്റിജർ പാർട്ട് മാത്രം എടുത്ത് എഴുതി വെക്കുക. 15/3 5, ഇന്റിജർ പാർട്ട് 5 തന്നെ. 15/3² 15/9 വരുന്നുണ്ട്. 15/9 ചെയ്താൽ 1 പോയിന്റ് സംതിങ് കിട്ടുക. ഇന്റിജർ പാർട്ട് 1. 15/3 ക്യൂബ് 15/27 0 പോയിന്റ് സംതിങ് ഇന്റിജർ പാർട്ട് 0 കൂട്ടിയാ കിട്ടുക. 5 + 1 + 0 6 കഴിഞ്ഞു. അടുത്തത് 50 ഫാക്ടോറിയൽ എന്ന സംഖ്യയുടെ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്ര? ആ കാറ്റഗറി നമ്മൾ അവിടെ നിർത്തി. ഇതേ കാറ്റഗറിയിൽ ചെയ്യാൻ പറ്റാവുന്ന മറ്റൊരു ചോദ്യമാണ് ഇയാള്. 50 ഫാക്ടോറിയൽ എന്ന സംഖ്യയുടെ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ ആദ്യം മനസ്സിലാക്കുക, അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം കാണുന്ന പരിപാടി എത്രയാ? എടാ 1 ഫാക്ടോറിയൽ 1, 2 ഫാക്ടോറിയൽ 1 × 2 2, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 6, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 ആ കിട്ടുക. 1 × 2 × 3 × 4 എത്രയാ കിട്ടുക? 6 4 24 എന്ന് കിട്ടുന്നുണ്ട്. എത്രയാ? 1, ഇയാള് 2, ഇയാള് 6, ഇയാൾ എത്രയാ? 24. 5 ഫാക്ടോറിയൽ എത്രയാ? 1 × 2 × 3 × 4 × 5 എന്ന് കിട്ടുന്നുണ്ട്. 24 × 5 കിട്ടുന്നുണ്ട്. എത്രയാ കിട്ടുക? 120 കിട്ടുക. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എഴുതുന്ന ഏത് ഫാക്ടോറിയൽ എടുത്താലും അതിന്റെ അവസാനം സീറോസാ, ഉറപ്പാണ് അയാൾ.
അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ മൾട്ടിപ്ലൈന്റെ ഇടയിൽ 10 വരും. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഇടയിൽ 10 വന്നാൽ അറ്റത്ത് എന്തായാലും 0 വരും. 6 ഫാക്ടോറിയലിൽ 1 × 2 × 3 × 4 × 5 × 6. ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 5 × 2 വന്നാൽ 10 വരും. അപ്പൊ അവസാനം എന്തായാലും 0. അപ്പൊ 4 ഫാക്ടോറിയൽ കഴിഞ്ഞ് ബാക്കി എത്ര വലിയ ഫാക്ടോറിയൽ എടുത്താലും അതിന്റെയൊക്കെ അവസാനിക്കുന്ന സംഖ്യകൾ 0. ചിലപ്പോൾ അവസാനിക്കുന്ന സംഖ്യകൾ 1 0 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 0 ഉണ്ടാകും, ചിലപ്പോൾ 3 0 ഉണ്ടാകും. അപ്പൊ നമ്മളോട് ചോദിച്ചത് അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം കണ്ടെത്താനാണ്. അപ്പൊ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം കണ്ടെത്താനുള്ള ടെക്നിക്ക് പറയുന്നതിന് മുമ്പേ അതിന്റെ ആശയം ഞാൻ പറയാം. 10 ഫാക്ടോറിയലില് അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്രയാ? 1 × 2 × 3 × 4 × 5 × 6 × 7 × 8 × 9 × 10 അല്ലേ? 10ന് ഞാൻ 2 × 5 എഴുതട്ടെ. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ഒരു 5 × 2 10, ഒരു 0 വന്നു. ഇവിടെയും ഒരു 5 × 2 10, അടുത്ത 0 വന്നു. അപ്പൊ നോക്കുമ്പോ ഒരു 10 ഫാക്ടോറിയലിന് എത്ര അവസാനിക്കുന്ന പൂജ്യങ്ങൾ ഉണ്ടെന്ന് നോക്കാൻ അതിൽ 5ന്റെ പവർ എത്രയാന്ന് നോക്കിയാൽ മതി. അതാണ് ഐഡിയ. ഓക്കെ, ഇപ്പൊ ഒരു 15 ഫാക്ടോറിയൽ എടുത്തു. 15 ഫാക്ടോറിയൽ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്രയാ? 1 × 2 × 3 × 5 × 10 × എക്സെട്ര 15. നോക്ക്, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 5 × 2 10, ഒരു 0 വന്നു അവിടെ. ഇവിടെ ഒരു 10 ഉണ്ട്, 10 എന്ന് പറഞ്ഞാൽ 2 × 5 ആണ് 10, ഒരു 0 കൂടെ വന്നു. ഇവിടെ ഒരു 15 ഉണ്ട്, 15 എന്ന് പറഞ്ഞാൽ അതിലൊരു 5 വരും. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഫാക്ടറിൽ നിന്ന് 2 എടുത്താൽ അവിടെയും 0 വരും. അപ്പോ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം n ഫാക്ടോറിയൽ എന്ന് പറയുന്ന നമ്പറിൽ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങള് അതിൽ 5ന്റെ പവർ എത്രയാന്ന് നോക്കിയാൽ മതി മക്കളെ. അപ്പൊ നമുക്ക് അവസാനിക്കുന്ന പദങ്ങളുടെ എന്ത് കണ്ടെത്താൻ പറ്റും? എണ്ണം കണ്ടെത്താൻ പറ്റും. അപ്പൊ അതാണ് ഐഡിയ. അപ്പൊ നോക്കാം, ശരിക്കും ശ്രദ്ധിച്ചോ. അവസാനിക്കുന്ന പദങ്ങളുടെ അല്ലെങ്കിൽ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം, ദ നമ്പർ ഓഫ് സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് n ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ എന്ന് പറയുന്ന നമ്പറിൽ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം കണ്ടെത്താനായിട്ട് അതിൽ എത്ര 5ന്റെ പവർ ഉണ്ടെന്ന് നോക്കിയാൽ മതി. 5ന്റെ പവർ നോക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ബോക്സ് n/5 പ്ലസ് ബോക്സ് n/5 സ്ക്വയർ പ്ലസ് ബോക്സ് n/5 ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് കോൺസെപ്റ്റാ. ഇനി നമുക്ക് ഉത്തരം പറയാം. ശ്രദ്ധിച്ചോ, 50 ഫാക്ടോറിയൽ എന്ന സംഖ്യയുടെ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം കാണാൻ അതിൽ 5ന്റെ പവർ എത്രയുണ്ടെന്ന് കണ്ടാൽ മതി. 5ന്റെ പവർ കാണാൻ 50 ബോക്സ് 5 പ്ലസ് 50 ബോക്സ് 5 സ്ക്വയർ 25 പ്ലസ് 50 ക്യൂബ് 125 പ്ലസ് എക്സെട്ര ചെയ്താൽ മതി. 50/2 എത്രയാണ്? 50/5 എത്രയാണ്? 10. ഇന്റിജർ പാർട്ട് 10 തന്നെ. 50/25 2, ഇന്റിജർ പാർട്ട് 2 തന്നെ. 50/125 0. ഇന്റിജർ പാർട്ട് 0. അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് 0. ഉത്തരം 10ഉം 2ഉം കൂട്ടിയ 12. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ ഐഡിയ? എന്നാ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ, 75 ഫാക്ടോറിയൽ എന്ന സംഖ്യയുടെ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ 75 ഫാക്ടോറിയൽ എന്ന് പറയുന്ന സംഖ്യയുടെ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം കാണാൻ 75 ഫാക്ടോറിയലിലെ 5ന്റെ പവർ എത്രയാന്ന് കണ്ടാൽ മതി. ദാറ്റ് ഈസ് 75/5 പ്ലസ് ബോക്സ് 75/5 സ്ക്വയർ 25 പ്ലസ് ബോക്സ് 75/5 ക്യൂബ് 125 പ്ലസ് എക്സെട്ര. 75ല് എത്ര 5 ആണോ വരുന്നത്? 10 5 50 ആണ്. 5 5 25 ആണ്. അപ്പൊ 15 5 അല്ലേ വരുന്നത്. അതിന്റെ ഇന്റിജർ പാർട്ട് 15 തന്നെ. 75ൽ എത്ര? 25. 3. ഇന്റിജർ പാർട്ട് 3 തന്നെ. 75 ആയിരിക്കണം 125. 0. ഇന്റിജർ പാർട്ട് 0. അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് 0. ഉത്തരം 15ഉം 3ഉം കൂട്ടിയ 18. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? നമുക്ക് HSAക്ക് 2012 അല്ലെങ്കിൽ 2022 ചോദിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള HSA മാത്തമാറ്റിക്സ് എക്സാമിനേഷന്റെ ചോദ്യത്തിൽ പെട്ടതാണ് ഇയാള്. ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും എഴുതാൻ പറ്റും. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഉത്തരം ഒന്ന് ഒറ്റയ്ക്ക് എഴുതി നോക്കി നടക്കും. 100 ഫാക്ടോറിയൽ എന്ന സംഖ്യയിൽ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം കാണാൻ 100 ഫാക്ടോറിയലിലെ 5ന്റെ പവർ കണ്ടാൽ മതി. 100/5 ബോക്സ് പ്ലസ് ബോക്സ് 100/5 സ്ക്വയർ പ്ലസ് ബോക്സ് 100/5 ക്യൂബ് പ്ലസ് അല്ലെ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ എഴുതുന്നുണ്ട്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 25. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125. അപ്പൊ തന്നെ താഴെ വലിയ സംഖ്യയായി. ഇനി എഴുതണ്ട.
100/5 100ൽ എത്ര അഞ്ചാണ്? 100ൽ 25 ഇന്റിജർ പാർട്ട് 20 തന്നെ. 100/25 100ൽ 4 25 ഇന്റിജർ പാർട്ട് 4 തന്നെ. പ്ലസ് 100/125 0. ഇന്റിജർ പാർട്ട് 0. അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് 0. ഉത്തരം 20 + 4 24. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഐഡിയ കിട്ടിയോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള? എടാ ഇതാണ് ടോട്ടൽ കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ പഠിച്ച ടോട്ടൽ 2 സാധനങ്ങൾ നിർബന്ധമായിട്ടും HSAക്ക് ചോദ്യം വരുന്ന ഭാഗങ്ങളാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത്രേ ഉള്ളൂ. n ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു നമ്പറിൽ p എന്ന് പറയുന്ന പ്രൈം നമ്പറിന്റെ പവർ എത്രയാന്ന് ചോദിച്ചാൽ കണ്ടെത്താനുള്ള പരിപാടി ബോക്സ് n/p പ്ലസ് ബോക്സ് n/p² പ്ലസ് ബോക്സ് n/p³ പ്ലസ് എക്സെട്ര. 2 സംശയങ്ങൾ ഉണ്ടാകും. എന്താണ് ബോക്സ്? ബോക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് ഹരിച്ച് കിട്ടുന്ന ഇന്റിജർ ഭാഗം മാത്രം എഴുതുക. അതായത് പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് എഴുതുക. അവസാനമായിട്ട് ഇത് അവസാനിക്കൂലേ എന്നുള്ള ഒരു സംശയം ഉണ്ടാകും. അവസാനിക്കും. കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. അതാണ് ഐഡിയ. രണ്ടാമതായിട്ട് ചോദിച്ചത് n ഫാക്ടോറിയൽ എന്ന് പറയുന്ന നമ്പറിന്റെ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്രയാ? അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം കാണാൻ അതിൽ എത്ര 5 ഉണ്ടെന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതിൽ 5ന്റെ പവർ കാണുക. എങ്ങനെ 5ന്റെ പവർ കാണാനുള്ള പരിപാടി? നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ n/5 പ്ലസ് n/5² പ്ലസ് n/5³ പ്ലസ് എക്സെട്ര ചെയ്താൽ മതി. ഐഡിയ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഐഡിയയും ട്രിക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ രീതിയിൽ വേണം നമ്മൾ HSA എക്സാമുകളെ അപ്രോച്ച് ചെയ്യാനായിട്ട്. കോൺസെപ്റ്റ് വെച്ച് വാരി വലിച്ചെഴുതരുത്. ഓരോ ചോദ്യത്തിനും അതിന് അനുയോജ്യമായിട്ടുള്ള 1 മിനിറ്റിൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരാശയം ചോദ്യത്തിൽ ഉണ്ടായിരിക്കും. അതെന്താന്ന് കണ്ടെത്തുന്നിടത്താണ് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഐഡിയ കിട്ടുക. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിർത്തുന്നു. താങ്ക് യു ഓൾ.